ഡോക്ടർ രാജീവ് ജയദേവൻ സാർ സൂചിപ്പിച്ചതുപോലെ വളരെ ഗൗരവമായി കാണേണ്ട വിഷയം, വളരെ ഗൗരവത്തോടെ തന്നെ സർക്കാർ ഈ വിഷയത്തിൽ ഇപ്പോൾ നടപടികൾ സ്വീകരിക്കുന്നു. പക്ഷേ തുടക്കത്തിൽ നമ്മൾ ഈ ഒരു രോഗം ചില പ്രദേശങ്ങളിൽ റിപ്പോർട്ട് ചെയ്യുമ്പോൾ അവിടെ മാത്രം ഉള്ളതാണ്, അവിടെ കൊണ്ടത് പരിഹരിക്കുമെന്ന് കരുതി. പക്ഷേ പിന്നീട് കേരളത്തിൽ മുഴുവനായി ഇത് വ്യാപിക്കുന്നൊരവസ്ഥയിലേക്ക്, കുളത്തിൽ നിന്നും കുളിക്കുന്ന അവസ്ഥയിലും വീട്ടിൽ നിന്നും കുളിക്കുന്നവർക്കുമൊക്കെ രോഗം വരുന്നത് വല്ലാത്ത ആശങ്ക ഉണ്ടാക്കുന്നു. കേരളത്തിൽ എന്തുകൊണ്ട് ഈ ഒരു രോഗം കൂടുന്നു, ഒപ്പം എങ്ങനെയാണ് ഇത് പ്രതിരോധിക്കേണ്ടത് എന്നത് സംബന്ധിച്ച് വ്യക്തതയില്ല എന്ന് പറയുകയാണെങ്കിൽ അതിനുള്ള മറുപടി എന്താണ് സർ? അങ്ങനെ ഒരു വ്യക്തതയില്ലായ്മ ഉണ്ടോ? കൃത്യമായി തന്നെ നടപടികൾ സ്വീകരിച്ചല്ലേ മുന്നോട്ട് പോകുന്നത്? കേരളത്തിൽ എന്തുകൊണ്ട് ഈ കേസുകൾ കൂടുതൽ റിപ്പോർട്ട് ചെയ്യുന്നു എന്നതിനെ പറ്റി ആദ്യം സംസാരിച്ചതിന് ശേഷം ചോദിച്ച രണ്ടാമത്തെ ചോദ്യം, അതായത് എന്ത് ചെയ്യാൻ സാധിക്കും എന്നുള്ളതിനെ പറ്റി നമുക്ക് സംസാരിക്കാം. ആദ്യം നമുക്ക് ഇന്ത്യയിലെ കണക്കുകൾ പരിശോധിക്കാം. ഇപ്പോൾ മെനിങ്കോ എൻകെഫലൈറ്റിസ് എന്ന് പറയുന്നത് തലച്ചോറിനെ ബാധിക്കുന്ന ഇൻഫെക്ഷനാണ്. തലച്ചോർ ബ്രെയിനിനെ ബാധിക്കുന്ന ഇൻഫെക്ഷനാണ്. അപ്പോൾ ഇന്ത്യയുടെ കണക്കുകൾ 2019 പേപ്പർ അനുസരിച്ചിട്ട് 6 ലക്ഷത്തിലധികം കേസുകളാണ് തലച്ചോറിൻ്റെ അണുബാധയായിട്ട് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ വാസ്തവത്തിലുള്ള സംഖ്യ അതിനേക്കാളും വളരെ കൂടുതലായിരിക്കും. ഇത് ഒഫീഷ്യലി റിപ്പോർട്ടഡ് ഫിഗേഴ്സാണ് ഞാൻ ഈ പറഞ്ഞത്. അതിൽ തന്നെ 50,000-ലധികം മരണങ്ങളാണ് ഔദ്യോഗികമായിട്ട് ഇന്ത്യയിൽ ഒരു വർഷം റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ഈ ബ്രെയിൻ ഇൻഫെക്ഷൻ കൊണ്ട്. ഈ ബ്രെയിൻ ഇൻഫെക്ഷൻ്റെ ഭൂരിപക്ഷവും ഉണ്ടാകുന്നത് വൈറസ് അല്ലെങ്കിൽ ബാക്ടീരിയ മൂലമാണെന്നാണ് കണക്കുകൾ. എന്നാൽ ഈ കേസ് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്തതിന് ശേഷം, ടെസ്റ്റുകളെല്ലാം നടത്തിയതിന് ശേഷം 70% കേസിൽ, അതായത് ഭൂരിപക്ഷം വ്യക്തികളിലും ഏത് രോഗാണുവാണ് ഇതിന് കാരണമായത് എന്ന് കണ്ടെത്താനാകാറില്ല. അതൊരു വാസ്തവമാണ്. അത് ഒരു ഫെയിലിയറായിട്ട് കാണേണ്ടതില്ല. അതിൽ ചില പരിമിതികളുണ്ട്. കാരണം നമുക്ക് എല്ലാ രോഗികൾക്കും എല്ലാ പരിശോധനകളും ചെയ്യാൻ സാധിക്കുകയില്ല. അതിന് ചിലവുണ്ട്, അതിൻ്റെ അവൈലബിലിറ്റി പ്രശ്നമുണ്ട്. മാത്രവുമല്ല, ഒരു ടെസ്റ്റ് ചെയ്തു കഴിഞ്ഞാൽ ചികിത്സയിൽ മാറ്റമില്ലെങ്കിൽ ഡോക്ടർമാർ പലപ്പോഴും അങ്ങനെയുള്ള ടെസ്റ്റുകൾ അയക്കാറുമില്ല. അപ്പോൾ അങ്ങനെ ടെക്നിക്കലായിട്ട് കുറച്ച് കാര്യങ്ങൾ അതിനകത്തുണ്ട്. എങ്കിലും ബാക്ടീരിയൽ മെനിഞ്ചൈറ്റിസും വൈറൽ മെനിഞ്ചൈറ്റിസും ഒക്കെ ചികിത്സിക്കുന്നത് സാധാരണ കേസുകളാണ്, ആശുപത്രിയിൽ കാണാൻ സാധാരണ കേസുകളാണ്. ആ ഒരു പശ്ചാത്തലത്തിൽ വേണം നമ്മൾ ഈ അമീബയുടെ കേസ് കാണാനായിട്ട്. അപ്പോൾ ഈ ബ്രെയിൻ ഇൻഫെക്ഷൻ ഉണ്ടാക്കുന്നതിൽ ഒരു ചെറിയ പങ്ക് അമീബയ്ക്കുണ്ട് എന്നുള്ളതാണ്. ചെറിയത് എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് ചെറിയ ശതമാനക്കണക്കാണ്, പ്രൊപ്പോർഷൻ. അതായത് മൊത്തം ബ്രെയിൻ ഇൻഫെക്ഷൻസിൻ്റെ ചെറിയ ഒരു പങ്കാണ് അമീബ ഏറ്റെടുക്കുന്നത്. എന്നാൽ ഈ അമീബയെ കണ്ടെത്തണമെങ്കിൽ സാധാരണ നമ്മൾ ഒരു മെനിഞ്ചൈറ്റിസ് അല്ലെങ്കിൽ ബ്രെയിൻ ഇൻഫെക്ഷൻ ലക്ഷണങ്ങളുമായി വരുന്ന രോഗിയെ പരിശോധിക്കുന്ന ടെസ്റ്റുകൾ കൊണ്ട് ഇതിനെ കണ്ടെത്താൻ സാധിക്കുകയില്ല. ഈ ടെസ്റ്റ് ചെയ്യുന്നത് പലരും കേട്ടിട്ടുണ്ടാകും, CSF എന്ന് പറയുന്ന ഒരു ദ്രാവകമുണ്ട്. കണ്ണീര് പോലെ ഇരിക്കും. നമ്മുടെ നടുവിൽ നിന്നും ഒരു സൂചി കൊണ്ട് കുത്തിയെടുക്കുന്ന ഒരു ഫ്ലൂയിഡാണിത്. ആ ഫ്ലൂയിഡ് നമ്മുടെ തലച്ചോറിന് ചുറ്റുമുള്ള ഫ്ലൂയിഡ് ആയതിനാൽ, സർക്കുലേറ്റ് ചെയ്യുന്ന ഫ്ലൂയിഡ് ആയതിനാൽ, തലച്ചോറിൽ എന്തെങ്കിലും ഇൻഫെക്ഷൻ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ തലച്ചോറിൻ്റെ കവറിങ് മെനിഞ്ചസിന് എന്തെങ്കിലും ഇൻഫെക്ഷൻ ഉണ്ടെങ്കിൽ, അണുബാധയുണ്ടെങ്കിൽ, ഈ ഫ്ലൂയിഡിൽ ചില മാറ്റങ്ങൾ ഉണ്ടാകാറുണ്ട്. ഈ മാറ്റങ്ങൾ അനലൈസ് ചെയ്തിട്ടാണ് ഡോക്ടർമാർ ഇത് ബാക്ടീരിയലാണോ അല്ലെങ്കിൽ വൈറസ് ആണോ എന്നൊക്കെ തീരുമാനിക്കുന്നത്. എന്നാൽ ഈ ഫ്ലൂയിഡിൽ തന്നെ നീന്തി കളിക്കുന്ന അമീബകൾ ഉണ്ടോ എന്ന് കണ്ടെത്തണമെങ്കിൽ ഇതിന് വെറ്റ് മൗണ്ട് എന്ന് വിളിക്കുന്ന ഒരു സ്പെഷ്യൽ ടെസ്റ്റ് ചെയ്യണം. ഈ ഫ്ലൂയിഡ് കുത്തിയെടുത്ത ഉടൻ തന്നെ അതൊരു മൈക്രോസ്കോപ്പിൻ്റെ അടിയിൽ വെച്ച് അമീബയെ കണ്ടാൽ തിരിച്ചറിയാൻ കഴിവുള്ള വിദഗ്ധനോ ആയിട്ടുള്ള ഒരു ഡോക്ടർ അത് നോക്കി അമീബയുണ്ടോ എന്ന് കണ്ടെത്തുന്ന ടെസ്റ്റിനാണ് വെറ്റ് മൗണ്ട് അല്ലെങ്കിൽ മൈക്രോസ്കോപ്പി എന്ന് പറയുക. എല്ലാ കേസുകളിലും, ബ്രെയിൻ ഇൻഫെക്ഷൻ സംശയിക്കുന്ന എല്ലാ കേസുകളിലൊന്നും ഇത് ചെയ്തു വന്നിരുന്നില്ല. അത് ഇന്ത്യയിലാകമാനമുള്ള കേസുകൾ നോക്കിയാലും ഈ ടെസ്റ്റ് അപൂർവമായിട്ട് മാത്രമേ ടെസ്റ്റ് ചെയ്യാറുള്ളൂ. എന്നാൽ കേരളത്തിൽ സമീപകാലത്തായിട്ട് ഈ ടെസ്റ്റ് കൂടുതലായിട്ട് ചെയ്തു വരുന്നുണ്ട്. അതായത് ബ്രെയിൻ ഇൻഫെക്ഷൻ സംശയിക്കുന്ന പലർക്കും ഇത്തരം ടെസ്റ്റുകൾ ചെയ്യാൻ തുടങ്ങിയതോടുകൂടി ഈ അജ്ഞാതമായി കിടന്നിരുന്ന ബ്രെയിൻ ഇൻഫെക്ഷൻസ്, അതായത് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നല്ലോ, അനവധി ബ്രെയിൻ ഇൻഫെക്ഷൻ കേസുകളിലെയും ഫൈനൽ ഓർഗാനിസം എന്താണെന്ന് വ്യക്തമല്ല. അതിൽ ആ അവ്യക്തത മാറി തുടങ്ങി എന്നുള്ളതാണ് ഇതിൻ്റെ ബിഗ് പിക്ചർ. പക്ഷെ അത് നമ്മൾ പുറമേ നിന്ന് നോക്കുമ്പോൾ കേരളത്തിൽ ഇത് ആകമാനം പടർന്നു പിടിക്കുകയാണ് എന്നുള്ള ഒരു പ്രതീതി ഉണ്ടാകുന്നുണ്ട്. അത് സ്വാഭാവികം തന്നെയാണ്. കാരണം പൊതുജനങ്ങൾ എല്ലാ വിഷയങ്ങളും കാണുന്നതാണ്, എല്ലാ ദിവസവും വാർത്തകളിലും മറ്റും. അപ്പോൾ പെട്ടെന്ന് ഒരു 2-3 മാസമായിട്ട് ഒരു പ്രത്യേക രോഗത്തെപ്പറ്റി കൂടുതൽ പരാമർശങ്ങൾ കേൾക്കുമ്പോൾ ഒരു സാധാരണക്കാരൻ വിചാരിക്കുന്നു, അയ്യോ ഇതൊരു പുതിയ രോഗം ഇവിടെല്ലാം പടർന്നു പിടിക്കുകയാണല്ലോ. ആദ്യത്തെ ഒരു പോയിന്റ് എനിക്ക് പറയേണ്ടത്, പടർന്നു പിടിക്കുന്ന രോഗമല്ല ഇത്.
ഇത് പരിസ്ഥിതിയിൽ നിന്നും അബദ്ധത്തിൽ ഈ അമീബ നമ്മുടെ മൂക്കിനകത്ത് വന്നു പെടുമ്പോൾ അതിൽ തന്നെ അപൂർവമായിട്ട് തലച്ചോറിലേക്ക് തുളച്ചു കയറി അല്ലെങ്കിൽ നുഴഞ്ഞു കയറാൻ അമീബയ്ക്ക് അവസരം ഉണ്ടാകുമ്പോൾ ഉണ്ടാകുന്ന അപൂർവമായിട്ടുള്ള ഒരു പ്രശ്നമാണ്. നമുക്ക് എല്ലാവർക്കും തന്നെ എല്ലാ ദിവസവും ജലവുമായിട്ട് സമ്പർക്കമുണ്ട്. കുളിക്കുമ്പോൾ അല്ലെങ്കിൽ മുഖം കഴുകുമ്പോൾ, ചിലർക്ക് നീന്തുമ്പോൾ, അല്ലെങ്കിൽ ജലാശയങ്ങളിൽ ഇറങ്ങുമ്പോൾ, സ്വിമ്മിംഗ് പൂളിൽ ഇറങ്ങുമ്പോൾ എല്ലാം തന്നെ നമുക്ക് മൂക്കിൽ വെള്ളം കയറാൻ സാധ്യതയുള്ള ഒരു സമൂഹമാണ് നമ്മളുടേത്. എങ്കിലും അപൂർവമായിട്ട് ഈ കേസുകൾ കാണുന്നുണ്ട്. ഇനി അടുത്ത വിഷയം എന്ന് പറയുന്നത് ഇതെങ്ങനെ നമുക്ക് തടുക്കാൻ സാധിക്കുമെന്നുള്ളതാണ്. ഒരു വ്യക്തി എന്നുള്ള നിലയിൽ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും എന്ന് പറഞ്ഞാൽ, മൂക്കിനകത്തേക്ക് വെള്ളം ദയവ് ചെയ്ത് ഒഴിക്കാതിരിക്കുക. അത് ഏത് വെള്ളവുമായിക്കോട്ടെ, മൂക്കിലേക്ക് വെള്ളം ഒഴിക്കാതിരുന്നാൽ തീരുന്ന പ്രശ്നമേ ഉള്ളൂ അത്. ഇനി മൂക്കിലേക്ക് വെള്ളം ഒഴിക്കാതിരിക്കുക എന്ന് പറഞ്ഞാൽ ഞാൻ 1-2 കേസ് റിപ്പോർട്ട്സ് ഇവിടെ പറയാം. ഈ കേസ് റിപ്പോർട്ട്സിൻ്റെയൊക്കെ പ്രത്യേകത, ഇതൊക്കെ വളരെ സൂക്ഷ്മമായി നിരീക്ഷിച്ച് സയൻറ്റിസ്റ്റ് ഒക്കെ വന്ന് അനലൈസ് ചെയ്ത് ഇത് വിദഗ്ധരുമായിട്ട് ചർച്ച ചെയ്ത് പിയർ റിവ്യൂ ചെയ്ത് വലിയ വലിയ ജേർണലുകൾ പബ്ലിഷ് ചെയ്ത റിപ്പോർട്ട്സാണ് ഞാൻ ഈ പറയാൻ പോകുന്നത്. അമേരിക്കയിലാണ് ഈ 2 കേസുകളും വന്നിട്ടുള്ളത്. ഒരു കേസ് ഈ വർഷമാണ് സംഭവിച്ചത്. അവർക്ക് 47 വയസ്സുള്ള ഒരാൾ, ആ വ്യക്തി 2012 നടന്ന ഒരു സംഭവമാണ്. ആ വ്യക്തി 47 വയസ്സുള്ള വ്യക്തി സ്ഥിരമായിട്ട് മൂക്കിലേക്ക് വെള്ളം ഒഴിക്കുന്ന ശീലമുള്ള ആളായിരുന്നു. അദ്ദേഹത്തിന് മൂക്ക് കഴുകുന്ന ശീലമുണ്ടായിരുന്നു. അതായത് മൂക്കിനകത്തേക്ക് വെള്ളം ഒഴിച്ചുകൊണ്ടേയിരിക്കും അദ്ദേഹം. ദിവസം പലതവണ ഒഴിക്കുമായിരുന്നു. അപ്പോൾ അദ്ദേഹം ഈ അമീബിക് ജ്വരം വന്ന് മരണപ്പെടുകയുണ്ടായി. അപ്പോൾ വിപുലമായിട്ടുള്ള ഇൻവെസ്റ്റിഗേഷനിൽ അവർ കണ്ടെത്തിയത് ഇദ്ദേഹത്തിൻ്റെ വീട്ടിലെ പൈപ്പുകളിലും ടാപ്പുകളിലും എല്ലാം തന്നെ ഇദ്ദേഹത്തിൻ്റെ മരണകാരണമായിട്ടുള്ള അമീബ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ഈ സംഭവം നടക്കുന്നത് വെർജിൻ ഐലൻഡ്സിലാണ്, അതായത് അമേരിക്കയുടെ ഭാഗമായിട്ടുള്ള വെർജിൻ ഐലൻഡ്സിലാണ്. അത് കിണറ്റിൽ നിന്നുള്ള വെള്ളമാണ് ഈ വ്യക്തിയുടെ ടാപ്പുകളിലേക്ക് വന്നിട്ടുള്ളത്. രണ്ടാമത്തെ കേസ് ഈ വർഷം നടന്നതാണ്. 71 വയസ്സുള്ള ഒരു സ്ത്രീ, അവർക്കും ഈ ശീലം ഉണ്ടായിരുന്നു. മൂക്കിലേക്ക് വെള്ളം ഒഴിച്ച് കഴുകുന്ന ശീലം ഉണ്ടായിരുന്നു. ഇത് അമേരിക്കയിലെ ടെക്സസിൽ നടക്കുന്ന സംഭവമാണ്. ഇവർക്ക് ഇതുപോലെ ഈ മൂക്കിലേക്ക്, അതായത് ടെക്സസിൽ അവരൊരു ഈ റിക്രിയേഷണൽ വെഹിക്കിൾ എന്ന് പറയും, RV എന്ന് പറയും, അതായത് സഞ്ചരിക്കുന്ന വീടെന്ന് വേണമെങ്കിൽ പറയാം, ചെറിയ വീട്. അത് റോഡിൽ കൂടി ഇങ്ങനെ ഓടിച്ചു പോയി അത് പാർക്ക് ചെയ്യുന്ന സ്ഥലമുണ്ട്. അങ്ങനെ ഈ വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്ന സ്ഥലത്ത് ഒരുപാട് വാഹനങ്ങളുണ്ടാവും. അവർക്ക് വാട്ടർ സപ്ലൈ ഉണ്ടാവും. ആ വാട്ടർ സപ്ലൈയിൽ നിന്നും അമീബ കയറി ഇവരുടെ മൂക്കിൽ കയറി ഇവർ മരണപ്പെടുകയുണ്ടായി. അപ്പോൾ വെറും 8 ദിവസം കൊണ്ടാണ് ഈ മരണം ഉണ്ടാകുന്നത്. ഈ മൂക്കിനകത്തേക്ക് ഫ്ലഷ് ചെയ്ത് 8. അപ്പോൾ ഇതിൽ നമുക്ക് മനസ്സിലാകുന്നത്, മൂക്കിനകത്തേക്ക് ഈ ജീവിയെ, രോഗാണുവിനെ അല്ലെങ്കിൽ സൂക്ഷ്മജീവിയെ കയറ്റി വിടാതിരിക്കാൻ നമുക്ക് എന്തെല്ലാം ചെയ്യാമോ? ആദ്യം ചെയ്യേണ്ടത് മൂക്ക് കഴുകാതിരിക്കുക. രണ്ടാമത്തേത്, നമ്മൾ കുളിക്കാൻ പോകുമ്പോഴോ അല്ലെങ്കിൽ നീന്താൻ പോകുമ്പോഴോ കഴിവതും മൂക്കിനുള്ളിലേക്ക് വെള്ളം കയറാതെ നോക്കുക. ഈ 2 കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ രോഗം വരികയില്ല എന്ന് ഞാൻ ഉറപ്പിച്ചു പറയുകയാണ്. ഇനി അന്തരീക്ഷത്തിലൂടെ പകരുന്നു എന്നുള്ള ചില ആരോപണങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ വെറും അഭ്യൂഹങ്ങൾ മാത്രമാണ്. ഇതൊന്നും ശാസ്ത്രീയമായി തെളിയിച്ചിട്ടുള്ള വസ്തുതകളല്ല.